ഹായ് ഓൾ. ഇന്ന് കീം എക്സാമിനേഷൻ്റെ ഒരു ചെറിയൊരു അപ്ഡേഷൻസുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. കേരളത്തിലെ നമ്പർ 1 എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്കും അതുപോലെ തന്നെ ഫാർമസി കോളേജുകളിലേക്കും നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നതിന് നമ്മൾ എഴുതേണ്ട എൻട്രൻസ് എക്സാമിനേഷനുകളൊന്നാണ് കേരള എഞ്ചിനീയറിംഗ് ആൻഡ് മെഡിക്കൽ എൻട്രൻസ് എക്സാമിനേഷൻ അഥവാ കീം എന്ന് പറയുന്നത്. അപ്പോൾ 2026 കീം എൻട്രൻസ് എക്സാമിനേഷൻ്റെ ഡേറ്റുകൾ താൽക്കാലികമായിട്ട് മീഡിയ ത്രൂ ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതായത് ഏപ്രിൽ 15 മുതൽ 21 വരെയാണ് എക്സാമിനേഷൻ്റെ ഡേറ്റ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കീം എൻട്രൻസ് എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങേണ്ട ഒരു സമയവും ആയിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ കീം എക്സാമിനെ പറ്റി നമുക്കൊന്ന് നോക്കാം. കീം എക്സാം എന്ന് പറയുന്നത് ഒരു CBT മോഡൽ നടക്കുന്ന ഒരു എക്സാമിനേഷനാണ്. അപ്പോൾ CBT മോഡൽ നടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം 2 ഇയറേ ആയിട്ടുള്ളൂ. അതിന് മുൻപേ പെൻ ആൻഡ് പേപ്പർ ആയിട്ട് അല്ലെങ്കിൽ OMR ഷീറ്റിലാണ് നമ്മുടെ എക്സാമിനേഷൻസ് എല്ലാം നടന്നുകൊണ്ടിരുന്നിരുന്നത്. അപ്പോൾ CBT മോഡലിലേക്ക് വന്നപ്പോൾ എക്സാമിൻ്റെ പാറ്റേണിലും കുറച്ച് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. കീം എൻട്രൻസ് എക്സാമിനേഷൻ 3 സബ്ജക്റ്റുകളായിട്ടാണ് നമുക്ക് പ്രിപ്പറേഷൻസ് വേണ്ടിയിട്ടുള്ളത്. അതിൽ ഒന്നാമത്തേത് ഫിസിക്സ്, രണ്ടാമത്തേത് കെമിസ്ട്രി, പിന്നെ മാത്തമാറ്റിക്സ്. 3 മണിക്കൂറാണ് നമ്മുടെ എക്സാമിനേഷൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഈ 3 മണിക്കൂർ നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത് 150 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ 150 ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഫിസിക്സിൽ നിന്ന് നിങ്ങൾക്ക് 45 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ കെമിസ്ട്രിയിൽ നിന്ന് ഒരു 30 ക്വസ്റ്റ്യൻസും മാത്തമാറ്റിക്സിൽ നിന്ന് ഒരു 75 ക്വസ്റ്റ്യൻസ്, അതായത് 300 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ നല്ലൊരു പ്രിപ്പറേഷൻസ് ഇതിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കണം. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വന്നിരിക്കുന്നത് മാത്തമാറ്റിക്സിനാണ്. കാരണം മാത്തമാറ്റിക്സിൻ്റെ വെയിറ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എഞ്ചിനീയറിംഗിന് വേണ്ടിയിട്ടുള്ള എൻട്രൻസ് എക്സാമിനേഷനുകൾ ആയതുകൊണ്ട് ഇത്രയും ക്വസ്റ്റ്യൻസ് മാത്സിൽ നിന്ന് വന്നിരിക്കുന്നത്. ഇനി ഓരോ ശരി ഉത്തരങ്ങൾക്കും നിങ്ങൾക്ക് 4 മാർക്കാണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ തെറ്റുത്തരമാണെങ്കിൽ 1 മാർക്ക് നിങ്ങൾക്ക് ഡിഡക്റ്റ് ചെയ്യുന്നതുമാണ്. അപ്പോൾ ഒരു ശരി ഉത്തരത്തിൽ നിന്നായിരിക്കും 1 മാർക്ക് നിങ്ങൾക്ക് ഡിഡക്റ്റ് ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ BPharm എക്സാം എഴുതുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആയിരിക്കും അവരുടെ സബ്ജക്ട്സ് വരുന്നത്. അപ്പോൾ 90 മിനിറ്റ്സ് ആയിരിക്കും ഇവരുടെ എക്സാമിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു പാറ്റേണിലാണ് നമ്മുടെ എക്സാം നടക്കുന്നത്. ടോട്ടൽ 600 മാർക്കിനായിരിക്കും എക്സാം നടക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്താൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ടൈമിലേക്ക് നമുക്ക് നല്ലൊരു റാങ്കിൽ നിങ്ങൾക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ കീം എക്സാം ഒരു ദിവസം ഈ ഒരു ദിവസം മാത്രമല്ല നടക്കുന്നത്, നമുക്കറിയാം. ഇപ്പോൾ ഡേറ്റ് വന്നിരിക്കുന്ന പ്രകാരം 15 മുതൽ 21 വരെയാണ് നമുക്ക് നടക്കുന്നത്. അപ്പോൾ പല ഷിഫ്റ്റുകളായിട്ട് പല ദിവസങ്ങളായിട്ടായിരിക്കും എക്സാമുകൾ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും അറ്റൻഡ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ മാർക്ക് നിങ്ങൾ ഓരോ ഷിഫ്റ്റിലും അല്ലെങ്കിൽ ഓരോ ദിവസം എഴുതുന്ന കുട്ടികളുടെ മാർക്കുകൾ അവർ നോർമലൈസ് ചെയ്തിട്ട് പെർസെൻറ്റേജ് ആയിട്ടായിരിക്കും നമ്മുടെ എക്സാമിൻ്റെ സ്കോർ വരുന്നത്. അപ്പോൾ അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ റാങ്ക് ഒക്കെ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ എക്സാം പ്രിപ്പറേഷൻസ് വളരെ സ്ട്രോങ് ആയാൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന റാങ്കിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇത്തരത്തിലുള്ള ന്യൂ അപ്ഡേഷൻസിനായിട്ട് നിങ്ങൾ ഇൻസൈറ്റ് 360യുടെ ചാനൽസ്, സോഷ്യൽ മീഡിയ ചാനൽസ് എല്ലാം തന്നെ ഒന്ന് ഫോളോ ചെയ്യും. അതുപോലെ തന്നെ ഇൻസൈറ്റ് 360യുടെ ആപ്പും കൂടി ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഇൻസൈറ്റ് 360യുടെ മെൻറ്റേഴ്സുമായിട്ട് ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യാവുന്നതാണ്.